ലോകത്തിന്റെ രഹസ്യം എന്നാൽ അത് ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സമുന്നതമായ രഹസ്യമാണ്. രഹസ്യം എന്നാൽ ഭൂരിഭാഗം ആളുകളും അത് നിഷേധിക്കും. അതുകൊണ്ടാണ് അത് രഹസ്യമായത്. ഭൂരിഭാഗം ആളുകളും നിഷേധിക്കും. രഹസ്യം വന്നണഞ്ഞാലോ അത് വലിയ ഭാഗ്യമായിരിക്കും. മാണിക്കക്കല്ല് കിട്ടിയാലും ഭാഗ്യം, കണ്ടാൽ പോലും ഭാഗ്യം. അത് അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അപൂർവരിൽ അപൂർവർക്ക് അത് കിട്ടൂ. കാരണം അത് അമൂല്യമായ രത്നമാണ് മാണിക്കക്കല്ല്. അത് അമൂല്യമായ രത്നമാണ്. രത്നങ്ങളിൽ അമൂല്യമായ രത്നമായതുകൊണ്ട് ഒരാൾ മാണിക്കക്കല്ല് കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അയാൾ അപൂർവരിൽ അപൂർവരാണ്. അത് കാണാൻ കഴിയൽ പോലും ഭാഗ്യമാണ്. ഏതു കൈ എത്ര മോശപ്പെട്ട കൈയായാലും മാണിക്കക്കല്ല് വെച്ചാൽ അത് സമുന്നതമായ കയ്യാവും. ഏതൊരു സദസ്സ് മാണിക്കക്കല്ല് പ്രദർശിപ്പിക്കപ്പെട്ടോ അത് വല്ലാത്ത സദസ്സാകും. അത് തന്നെയാണ് സത്യത്തിൽ മുഹമ്മദ് എന്ന മനുഷ്യന് ഉദാഹരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിശപ്തമായ ഒരു സമൂഹത്തിൽ അള്ളാഹു ഈ മനുഷ്യനെ പ്രദർശിപ്പിച്ചപ്പോൾ മാനവ ചരിത്രം കണ്ട ഖൈറുൽ ഖുറൂൻ, ആദമിന്റെ കാലമല്ല, ഇബ്രാഹിമിന്റെ കാലമല്ല, മൂസായുടെ കാലമല്ല, ഈസായുടെ കാലവുമല്ല, ഖൈറുൽ ഖുറൂൻ ഖർണു മുഹമ്മദാണ്. കാലങ്ങളിൽ ഏറ്റവും നല്ല കാലം മുഹമ്മദിന്റെ കാലമാണ്. എന്തൊക്കെ വന്നുപോയി ചരിത്രത്തിൽ. എത്ര നബിമാർ, എത്ര മുർസലീങ്ങൾ, എത്രയേറെ നബിമാരുണ്ടായ ഒരു ഘട്ടമുണ്ടായി. പക്ഷെ അതൊന്നും ഖൈറുൽ ഖുറൂനല്ല. ഖൈറുൽ ഖുറൂൻ ഖർണു മുഹമ്മദാണ്. എന്തുകൊണ്ട്? അതിൽ ഇൻഹല്ല ഫീഹി മുഹമ്മദുൻ, ആ കർണിൽ, ആ കാലത്ത് മുഹമ്മദ് എന്ന മനുഷ്യൻ ഭൂമിക്ക് മുകളിൽ ഇറങ്ങി നിന്നിട്ടുണ്ട്. അതാ കാരണം. അപ്പോൾ കാര്യങ്ങളുടെ വലിയ കാര്യം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ അസ്ഹാബി അസ്ഹാബ് മുഹമ്മദാണ്. ലോകത്ത് എല്ലാ നബിമാർക്കും കുറച്ചെങ്കിലും സ്വഹാബികളുണ്ട്. എന്നാൽ ഖൈറുൽ അസ്ഹാബ് അസ്ഹാബ് മുഹമ്മദിൻ, ലോകത്തെ ഏറ്റവും നല്ല സ്വഹാബികൾ മുഹമ്മദിന്റെ സ്വഹാബികളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ കുതുബി കിതാബ് മുഹമ്മദിൻ അല്ലദീ ആതാഹു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ കിതാബ് മുഹമ്മദിന് ലഭിച്ച കിതാബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ അസ്മിനത്തി സമാനി മുഹമ്മദിൻ ഫീഹി ഇൻഹല്ല മുഹമ്മദ്. ഏത് കാലത്താണോ മുഹമ്മദ് ഇറങ്ങി നിന്നത് അതാണ് ഏറ്റവും നല്ല കാലം. ഏറ്റവും നല്ല സദസ്സ് എന്നാൽ മുഹമ്മദ് ഇറങ്ങിയ സദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൻ നാസി മൻ റഅ മുഹമ്മദൻ ലാ തമുസ്സുൻ നാറു മൻ റആനി. എന്നെ കണ്ടവൻ അവൻ മുസ്ലിമൻ, മൻ റആനി മുസ്ലിമൻ. മുസ്ലിമായ ഒരാൾ എന്നെ കണ്ടാൽ അവൻ നരകം സ്പർശിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ. യാ സുബ്ഹാനല്ലാഹ്, ലാ തമുസ്സുൻ നാറു മൻ റആനി മുസ്ലിമൻ. മുസ്ലിമായ നിലക്ക് ഒരാൾ എന്നെ കണ്ടാൽ അവനെ നരകം സ്പർശിക്കുകയില്ല. ഇൻസന വ ഇൻസറക, അവൻ കട്ടാലും മോഷ്ടിച്ചാലും, അവൻ കട്ടാലും മോഷ്ടിച്ചാലും. വമൻ റആ മൻ റആനി, എന്നെ കണ്ടവനെ കണ്ടാലും നരകത്തിൽ തൊടൂല. മുഅ്മിനായ നിലക്ക് ഒരാൾ നബിയെ കണ്ടാൽ അവനെ നരകം തൊടൂല. എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തൊടൂല? വമൻ റആ മൻ റആനി, എന്നെ കണ്ടവനെ കണ്ടോലും നരകം തൊടൂല. എന്നെ കണ്ടവരെയും നരകം സ്പർശിക്കൂല, എന്നെ കണ്ടവനെ കണ്ടവനെയും നരകം സ്പർശിക്കൂല. അപ്പോൾ സ്വഹാബിക്കും നരകമില്ല, താബിഈക്കും നരകമില്ല. ഭയങ്കര ഭാഗ്യമാണ് ഒരാൾ നബിയെ കാണാൻ. ഹത്താ ഇദാ റആഹു വഹുവ ഫിന്നൗം. اللهم ارزقنا اللهم ارزقنا لرؤية محمد لرؤية محمد لرؤية محمد. അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കണ്ടാൽ മതി, നരകം തൊടൂല. സ്വഹാബിയൊന്നും ആവൂലെങ്കിലും ഭയങ്കര ദറജ ഉണ്ടാവും, ഭയങ്കര സ്ഥാനം ഉണ്ടാവും. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടാൽ മതി, ഭയങ്കര ഭാഗ്യമാണ്. നേരിട്ട് കണ്ട അവസ്ഥ പറയണ്ട, ഭയങ്കര പദവിയാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ മസസ്തു ബിയദി ദകരി. ഞാൻ ഒരിക്കൽ എൻ്റെ വലത്തെ കൈ നബിയുടെ കയ്യിൽ വെച്ചു, പിന്നെ ഞാൻ എൻ്റെ ഔറത്തിൽ എൻ്റെ വലത്തെ കൈ തൊട്ടിട്ടില്ല. ഇക്റാമൻ ബിയദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൈയിൻ്റെ ഷറഫ് എത്രയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് വളഞ്ഞ് ശത്രുക്കൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് നോമ്പാണ്. അപ്പോൾ ഭാര്യ പുറത്തു പോയി. ഉമ്മുന ഇല റളിയല്ലാഹു അൻഹ എന്തിന്? നോമ്പുറക്കുള്ള
വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയി. പക്ഷെ ശത്രുക്കൾ ഇങ്ങോട്ട് അകത്തേക്ക് കയറാൻ ഉമ്മുനായിലയെ സമ്മതിച്ചില്ല റളിയല്ലാഹു അൻഹു. ഈ സംഭവം ഇബ്നു കസീർ അടക്കമുള്ള ഒരുപാട് താരിഖിനകത്ത് അവരുണ്ട് ഈ സംഭവം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വന്ന് നേരിട്ട് ഇങ്ങോട്ട് മാളിയപ്പുരയെ കൂടെ നബി ഇറങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅദ്ലാ ദൽവൻ, സുൽത്താൻ മരുമോനല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം കൊടുത്ത് ഇഷ്റബ് കുടിച്ചോ. ഫശരിബൽ ഉസ്മാൻ വെള്ളം കുടിച്ച്. ഫഖാല ഇഷ്റബ് കുറച്ചുകൂടി കുടിച്ചോ. ഫഅദ്ലാ ദൽവഹു, ബക്കറ്റ് എല്ലാം താഴ്ത്തി കൊടുത്ത് ആട്ട് കുടിച്ച് എല്ലാം കഴിഞ്ഞ് റസൂലുള്ളാഹി തിരിച്ചു പോയി. അപ്പോൾ ഉമ്മുനായിൽ അങ്ങനെ കയറി വന്ന് ഇവിടുന്ന് വെള്ളം വെച്ച് റസൂലുള്ളാഹി ഉണ്ട്. അപ്പോഴത്തിന് ശത്രുക്കൾ വന്ന് വെട്ടിക്കൊന്നു. അവസാനത്തെ വഫാത്തിൻ്റെ റസൂലുള്ളാഹി വെള്ളം കൊടുത്ത നോമ്പാ. റസൂലുള്ളാഹി വന്നിട്ട് വെള്ളം കൊടുത്തു. അവസാനത്തെ നോമ്പിന് വെള്ളം കൊടുത്ത റസൂലുള്ളാഹി. ആർക്ക്? വഫാത്ത് കഴിഞ്ഞിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞ്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വഫാത്ത് കഴിഞ്ഞ്, ഉമർ ബിൻ ഖത്താബിന്റെ ഖിലാഫത്ത് കഴിഞ്ഞ്, ആ വഫാത്ത് കഴിഞ്ഞ് പിന്നെ ആരെ ഖിലാഫത്ത്? ഉസ്മാൻ പിന്നെ ഖിലാഫത്ത് തീരല്ലേ, എപ്പോഴല്ലേ ഈ വഫാത്ത്? റസൂലുള്ളാഹിനെ കൊണ്ട് ആരും രക്ഷപ്പെടും. എന്താണെങ്കിൽ രക്ഷപ്പെടും. റസൂലുള്ളാഹിൽ മഹബത്തുള്ള മനുഷ്യനും രക്ഷപ്പെടും. എന്താണെങ്കിൽ രക്ഷപ്പെടും. എന്താണെങ്കിൽ രക്ഷപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി എന്നാൽ റഹ്മത്താണ്. എന്തിനുമുള്ള മാധ്യമമാണ് റഹ്മത്ത്. മഗ്ഫിറത്തിനും റഹ്മത്താണ് മാധ്യമം, സ്വർഗത്തിനും റഹ്മത്താണ് മാധ്യമം, മഴ പെയ്യാനും റഹ്മത്താണ് മാധ്യമം, ഭക്ഷണം കിട്ടാൻ റഹ്മത്താണ് മാധ്യമം, എന്തിനും റഹ്മത്താണ് മാധ്യമം. നരകമല്ലാത്ത എന്തിനും റഹ്മത്താണ് കാരണം. റസൂലുള്ളാഹിന്റെ പേരാണ് റഹ്മത്ത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. റസൂലുള്ളാഹി റഹ്മത്താണ്. ആരും റസൂലുള്ളാഹിനെ കൊണ്ട് രക്ഷപ്പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ നിങ്ങൾ സ്നേഹം വെക്കീൻ. റസൂലുള്ളാഹിനെ സ്നേഹം വെക്കുക. റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രഹസ്യമാണ്. മുഹമ്മദ് എന്നൊരാളുണ്ടോ അതിൽ ഖൈറുണ്ടാവും. മനുഷ്യൻ അല്ലാഹു തആല ഏറ്റവും ബഹുമാനിച്ചു. എന്താ കാരണം? മനുഷ്യരിൽ മുഹമ്മദ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തെക്ലീഫ് ശരീഅത്ത് കൊടുത്ത വർഗമായതുകൊണ്ടല്ല. തെക്ലീഫ് ശരീഅത്ത് കൊടുത്ത വർഗം ജിന്നുകളുണ്ട്. പക്ഷെ വലഖദ് കറംനൽ ജിന്ന വൽ ഇൻസാൻ ഇല്ലല്ലോ. വലഖദ് കറംന ബനി ആദമല്ലേ ഉള്ളൂ. കാരണം വഫീഹി മുഹമ്മദുൻ. അതന്നെ കാരണം. മനുഷ്യന് ബഹുമാനപ്പെട്ടാനുള്ള ഒരു മാർഗം ഒറ്റ ഒന്നാണ്. എന്ത്? ബഹുമാനപ്പെട്ടാനുള്ള ഒരു മാർഗം ഒറ്റ ഒന്നാണ്. എന്ത്? വഫീഹി മുഹമ്മദുൻ. അതായത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാണ് ബഷറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ബഷർ പ്രത്യേകത. ബഷറിൽ ആരുള്ളതാണ്? മുഹമ്മദ്. അല്ലെങ്കിൽ ഒന്നുമില്ല. ബഷറിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്മിനീങ്ങളാണ്. എന്തുകൊണ്ട്? ആമനു ബില്ലാഹി വബി മുഹമ്മദിൻ. എല്ലാ മുഅ്മിനീങ്ങളും ആരിൽ വിശ്വസിച്ചിട്ടുണ്ട്? അത് ആദം നബിയുടെ കാലത്തെയും നൂഹ് നബിയുടെ കാലത്തെ എല്ലാവർക്കും ആരെ വിവരമുണ്ട്? അല്ലാഹു മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാത്തൊരു നബിയുമില്ല. യഥാർത്ഥ നബി ഞാനല്ല. യഥാർത്ഥ നബി ആരാണ്? റസൂലാണ്. ഞാൻ റസൂലിനെ പറയാൻ തന്ന റസൂലാണ് എന്ന് പറയാത്തൊരു നബിയും ലോകത്ത് ഇല്ല, കഴിഞ്ഞു പറ്റില്ല. അപ്പോൾ മുഅ്മിനീങ്ങളെ പ്രത്യേകത, മുഅ്മിനീങ്ങൾ ആരെ കൊണ്ട് വിശ്വസിച്ചാണ്? മുഹമ്മദ് മുസ്തഫ. ഇനി ആ മുഅ്മിനീങ്ങൾ തന്നെ ഉമ്മത്ത് മൂസ ഉണ്ട്, ഉമ്മത്ത് ഈസ ഉണ്ട്, ഉമ്മത്ത് മുഹമ്മദും ഉണ്ട്. അതിലോ ഫദ്ലാര ഉമ്മത്ത് മുഹമ്മദിനാണ്. മഹ്ശറിൽ കൂടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത പണിയുടെ കൂലി തൗറാത്തിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും. ചെയ്ത പണിയുടെ കൂലി ഇഞ്ചീലിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കും കൊടുക്കും. ചെയ്ത പണിയുടെ കൂലി സബൂറിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കും കൊടുക്കും. പിന്നെ മൊത്തം റഹ്മത്ത് ആർക്ക് കൊടുക്കും? ഉമ്മത്ത് മുഹമ്മദിനും കൊടുക്കും. ഫവളിബത്തിൽ യഹൂദ് വൻ നസാറ. അപ്പോൾ യഹൂദി നസാറാക്കൾക്ക് ദേഷ്യം പിടിക്കും. അവർ പറയും നഹ്നു അക്തറു അമലൻ വ അഖല്ലു അതാഅ. ഞങ്ങൾ ഒരുപാട് കാലം പണിയെടുത്തിട്ടും ഞങ്ങൾക്ക് കിട്ടിയത് വളരെ കുറവായി പോയാണ്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, നിങ്ങളോട് ഞാൻ ഓരോ അമല് ചെയ്യാൻ പറഞ്ഞപ്പോഴും ആ അമലിന്റെ പ്രതിഫലവും ഞാൻ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും എല്ലാം പറഞ്ഞിരുന്നു. ഹൽ അഖദതു മിൻ ഹഖികും ഷൈഅൻ. നിങ്ങൾക്ക് ഞാൻ തൗറാത്ത് ഇഞ്ചീൽ സബൂറുകളിൽ പറഞ്ഞിട്ടുള്ള വല്ല പ്രതിഫലവും തരാതെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഫയഖൂലൂന ലാ. അവർ പറയും അല്ലാഹ് തരാം എന്ന പ്രതിഫലം പറഞ്ഞ പ്രതിഫലമൊന്നും ഞങ്ങൾക്ക് നീ പിടിച്ചു വച്ചിട്ടില്ല. പക്ഷെ ഇവരെ കാണുമ്പോഴുള്ള ഞങ്ങളുടെ ഒരു എന്താ പറയാ,
ഒരു വിഷമം ഇവർക്ക് വല്ലാതെ കിട്ടിയതാണ്. അപ്പോൾ പറയും അതാ ഉമ്മത്ത് മുഹമ്മദിൻ ഹാദാ ഫദ്ലി ഉഅ്തിഹി മൻ അശാഉ മിൻ ഇബാദി, എൻ്റെ ഫദ്ലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട വിഭാഗം അവരാണ്. വഫീഹി മുഹമ്മദ്. അപ്പോൾ ഉമ്മത്ത് മുഹമ്മദ് എന്നത് മുഹമ്മദിനെ ഉള്ളിലുള്ള അടുത്ത പാർട്ടിയാണ്. അവർ ഏറ്റവും ഷറഫാക്കപ്പെട്ടവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മുഅ്മിനീങ്ങൾ മൊത്തം ലോകത്തുള്ള ഒറ്റ മുഅ്മിനീങ്ങളെ കൂട്ടാണെങ്കിൽ അക്കൂട്ടത്തിൽ ആരുണ്ടല്ലോ? അപ്പൊ ഏത് കാലത്തെ മുഅ്മിനീങ്ങൾ മറ്റുള്ള മുഅ്മിൻ അല്ലാത്തവരെക്കാൾ ഷറഫുണ്ടായി. കാരണം അവരിൽ ആരുണ്ട്? മുഹമ്മദ് ഉണ്ട്. പിന്നെ മൊത്തം മനുഷ്യർ തന്നെ ഷറഫുള്ളവരായി. കാരണം അവരെ കൂട്ടത്തിലും മുഹമ്മദ് ഉണ്ട്. മൊത്തം ഭൂമിക്ക് മുകളിലുള്ള ആളുകൾക്ക് ഷറഫുണ്ടായി. കാരണം ഭൂമിയിൽ മുഹമ്മദ് ജനിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മർമ്മ മുഹമ്മദാണ്. ഉറപ്പ്, സംശയിക്കേ വേണ്ട. മുഹമ്മദാണ് ഷറഫുള്ളത്. മൻ അഹബ്ബ മുഹമ്മദൻ അഹബ്ബഹുല്ലാഹ്. മുഹമ്മദിന്റെ പേരക്കുട്ടികളെ വരെ ഒരാൾ സ്നേഹിച്ചാൽ അയാൾ അള്ളാഹു സ്നേഹിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? പിന്നെന്താ മുഹമ്മദിനെ സ്നേഹിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം? മൻ അഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാഹ്. എൻ്റെ പേരക്കുട്ടി ഹുസൈനെ സ്നേഹിച്ചാൽ പോലും അള്ളാഹുവിനെ സ്നേഹിക്കും. അപ്പോൾ മൻ അഹബ്ബ മുഹമ്മദൻ മൻ യകുനു ഹുവ. മുഹമ്മദ് എന്ന മനുഷ്യന്റെ പേരക്കുട്ടിയെ സ്നേഹിച്ചാൽ പോലും അവരെ ആര് സ്നേഹിക്കും? മൻ അഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാഹ്. ഹുസൈനെ ആര് സ്നേഹിച്ചാലും അള്ളാഹു സ്നേഹിക്കും അവനെ. ഹുസൈൻ ഒരു ഷറഫുല്ല. ഹുസൈന്റെ ഷറഫ് അന്നഹു ഹഫീദ് മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയാണെന്നുള്ള ഷറഫാണ് ആരുടേത്? ഹുസൈൻ്റേത്. ഉറക്കപ്പറ സയ്യിദുനാ ഹുസൈൻ. അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ, അത് കിട്ടിയാൽ മതി, അത് തൊട്ടാൽ മതി, അത് തോണ്ടിയാൽ മതി. മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. എൻ്റെ ബാപ്പ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് എനിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. അതുകൊണ്ട് മഹ്ശറിൽ എന്നെ അങ്ങനെ ഒഴിവാക്കി നബി പോകൂല എന്നാണ് എൻ്റെ ധാരണ. ഒരിക്കലും നബി എന്നെ ഒഴിവാക്കി പോകില്ല. കാരണം എനിക്ക് ഷറഫാക്കപ്പെട്ട പേര് എൻ്റെ വാപ്പ ഇട്ടു, ബി ഇക്രാമി മുഹമ്മദിൻ. മുഹമ്മദ് നബിയെ സ്നേഹിച്ചിട്ട് എൻ്റെ വാപ്പ എനിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. അതുകൊണ്ട് ഞാൻ മഹ്ശറിൽ കുടുങ്ങൂല. ആര് പറഞ്ഞു? ഇമാം ബൂസൂരി പറഞ്ഞു. കോടാനക്കോടി ഇമാമിങ്ങൾ ഈ വരി ഓതി, ഒരാളോത് വിട്ടില്ല. ഞാൻ മഹ്ശറിൽ രക്ഷപ്പെടും. കാരണം എൻ്റെ പേരെന്താണ്? ഞാൻ നിസ്കരിച്ചിരിക്കുന്നത് നല്ലതാണ്, ഞാൻ നോമ്പെടുക്കണം. ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞത് എനിക്ക് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. എൻ്റെ ബാപ്പ റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് എനിക്ക് അങ്ങനെ പേരിട്ടിട്ടുണ്ട്. ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ ഇല്ലം യകുൻ ഫീ മആദി ആഖിദൻ ബിയദി ഫളൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. ആ നബി എൻ്റെ കൈ പിടിച്ചാൽ ഞാൻ രക്ഷപ്പെടും. ഞാൻ നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതൊന്നും എനിക്ക് ഉറപ്പില്ല. നബി എന്നെ പിടിച്ചാൽ ഞാൻ രക്ഷപ്പെടും. ഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. എൻ്റെ കാലിടറിയത് തന്നെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാത്തിൻ്റെയും മർമ്മം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ഏടുകളും 4 കിതാബുകളും ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം മിൻ കലാമില്ല. 100 ഏടും 4 കിതാബ് ഭൂമിയിൽ ഇറങ്ങി, അതെല്ലാം മിൻ കലാമില്ല. ഒക്കെ എന്ത് തന്നെയാണ്? അള്ളാഹിൻ്റെ കലാമാണ്. എന്നാൽ ആദമിന് 10 ഏട് ഇറങ്ങി. ആ ഏട് ഇറങ്ങിയതെന്നാന്ന് ആർക്കും അറിയില്ല. ഷീസിന് ഇറങ്ങി 30 ഏട്, ഇദ്രീസിന് 50 ഏട് ഇറങ്ങി, ഇബ്രാഹിമിന് 10 ഏട് ഇറങ്ങി. അത് എന്നാണ് ഇറങ്ങിയതെന്ന് അറിയൂല. മൂസാ നബിക്ക് തൗറാത്ത് എന്ന കിതാബിനെ കലാമിൽ നിന്ന് ഇറങ്ങി. എന്നാണ് അത് ഇറങ്ങിയതെന്ന് ജൂതന്മാർക്ക് പോലും അറിയില്ല. ഇഞ്ചീല് ഈസാ നബിക്ക് ഇറങ്ങി, അറിയൂല. മുഹമ്മദ് നബിക്ക് കലാം ഇറങ്ങി. അത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയത് ആ ദിവസം 1083 കൊല്ലത്തെക്കാൾ ഷറഫാണ് ഇന്നും. കാലെത്ര പോയി ഇപ്പോഴും. കാരണം 1400 കൊല്ലം മുമ്പ് ഇറങ്ങിയതിൻ്റെ ഷറഫാണ് ഇപ്പോൾ ഉള്ളത്. ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദറിന്റെ ഷറഫ് എത്ര? 83 ചില്ലാനം കൊല്ലത്തിനേക്കാൾ. 83 അല്ലടാ, ഖൈറും മിൻ അൽഫി ഷഹ്ർ അല്ലേ? ഖൈറു അൽഫി ഷഹ്ർ അല്ലല്ലോ. 83 കൊല്ലത്തിനേക്കാൾ ഷറഫാണ് ഇപ്പോഴും പോലും ആ രാത്രിക്ക്. എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത? ആ രാത്രി മുഹമ്മദ് നബിക്ക് അള്ളാഹു കലാം ഇറക്കി. മുമ്പുള്ള നബിമാർക്കൊക്കെ അള്ളാഹു കലാം ഇറക്കി. ഒരു ഷറഫില്ല. കാരണം എന്തിറക്കിയത്? മുഹമ്മദിനാ. മുഹമ്മദ് നബിക്ക് എന്ത് കിട്ടിയാലും അത് ഷറഫാണ്. ആർക്ക് ഷറഫാ? ആയിരക്കണക്കായ കൊല്ലം കഴിഞ്ഞാലും ഷറഫാണ്. മുഹമ്മദ് എന്ന പേര് ഷറഫാണ്. ഇബ്രാഹിം എന്ന പേരിട്ടാളി, അതിനെന്ത് വിഷയമുള്ളത്? മൂസ എന്നിട്ടോളി, ഈസാ എന്നിട്ടോ ആയിക്കോട്ടെ, ഞങ്ങളെ സൗകര്യം പോയിട്ടാളി, അതിനൊന്നൊരു പ്രത്യേകതയില്ല. ഈ പേരിന് എന്തുണ്ട്? ഷറഫ്, ഭയങ്കര ഷറഫാണ്. മുഹമ്മദ് നബിക്ക് അള്ളാഹു ഒക്കെ എല്ലാം. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അത് രഹസ്യമാണ്. മുഹമ്മദുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട എല്ലാ രഹസ്യമാണ്, എല്ലാം രഹസ്യമാണ്. എന്തുകൊണ്ട് നമ്മൾക്ക് കൂലി തരുമ്പോൾ അവർക്ക് ദേഷ്യം വരാൻ കാരണം നമ്മൾ മുഹമ്മദീയ സമുദായമാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിസ്കരിച്ചാൽ ഒരു റക്അത്തിന് 1,00,000 റക്അത്ത് കൂലിയാ. മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ ഒരു റക്അത്തിന് 10,000 റക്അത്തിന്റെ കൂലിയാ. റൗളയിൽ നിസ്കരിച്ചാലോ അള്ളാഹു തുറന്നു കൊടുത്തവരും അല്ലാത്തൊരാൾക്ക് അറിയില്ല. അത് ജിവാറു മുഹമ്മദാണ്. എടാ ഇത്ര വലിയ ഈ കഅബ ആയിരക്കണക്കായ കൊല്ലം പൊളിഞ്ഞാടി കിടന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയോ? ഈ എത്ര നബിമാർ ഇവിടെ ഉണ്ടായടോ? തിരിഞ്ഞു നോക്കിയോ? എന്തേ ആദ്യം ചെയ്തത്? മുത്തുനബിന്റെ ഉമ്മാനെ അവിടെ കൊണ്ടുവന്നാക്കി ഹാജറിനെ അവിടെയാണ് കൊണ്ടുവന്നാക്കി. പിന്നെ കുറെ കാലം ഹാജറാണ് മരിച്ച്. അപ്പോഴും എന്തായില്ല, കഅബ ഉണ്ടാക്കിയില്ല. കഅബ ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് അന്ന് കെട്ടിടല്ല. ഈ മനുഷ്യന്റെ വല്യമ്മാനെ കുഴിച്ചിട്ട് അവനാണ് മറവീരും. പിന്നെ എന്ത് ചെയ്ത് അതിൻ്റെ മേലെ ഷറഫാക്കപ്പെട്ട എടുപ്പുണ്ടാക്കി. അതാണ് കഅബ. അത് മക്ബറയാണടാ. അത് ഹാജറിന്റെ മക്ബറയല്ലേ. കൂപ്പായം തൊപ്പി നന്നാക്കിയിട്ടൊന്നും നന്നാവില്ല. തലച്ചോർക്ക് അല്ലാഹ് തൗഫീഖ് കൊടുക്കണം. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ തൗഫീഖ് കിട്ടിയവർക്ക് കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിൽ 2 ആളെ മക്ബറൻ്റെടാ ചങ്ങാതിമാരെ. എന്തേടാ ഹിജ്ർ ഇസ്മായിൽ കെട്ടുകയറണത്? ഹിജ്ർ ഇസ്മായിൽ കെട്ടുകയറണ ആദ്യം മന മറവീത്, പിന്നെ കഅബ ഉണ്ടാക്കി, പിന്നെ ഇസ്മായിൽ മരിച്ച് ഇസ്മായിലിനെ അവിടെ തന്നെ മറവീതു. ആ ഏരിയ പിന്നെ അള്ളാഹു തആല ഹിക്മത്തിലൂടെ പുറത്താക്കി. അവിടെ 2 ആളെ ഖബറുണ്ട്. ആരും ഹാജറും അവിടെ അതിൻ്റെ ഉള്ളിലുണ്ട്, ഇസ്മായിലും അതിൻ്റെ ഉള്ളിലുണ്ട്. അതിനെ തുറ്റിയ തവാഫ് ചെയ്യണത്. എന്താണ് അവരെ ഷറഫ്? അവർ ഒന്ന് റസൂലുള്ളാഹിയുടെ വല്ലിപ്പയാണ്, ഒന്ന് റസൂലുള്ളാഹിയുടെ വല്ലിമ്മയാണ്. മുഹമ്മദ് എന്ന മനുഷ്യൻ നിസ്കാരത്തിലുണ്ട്, അതുകൊണ്ട് നിസ്കാരം കബൂലാവും. മുഹമ്മദ് ഉണ്ട്, നിസ്കാരവും ഉണ്ട്. മുഹമ്മദ് കലാമിലുണ്ട്, നിസ്കാരം കബൂലാവൂല. ഫവൈലുൽ ലിൽ മുസല്ലീൻ. മുനാഫിഖീന നിസ്കാരത്തിൽ മുഹമ്മദ് ഉണ്ട്. മുഹമ്മദ് അവരും 14 ഫർദിൽപ്പെട്ട ഒരു ഫർദാണ്. അവർക്ക് എന്ത് സ്വലാത്തില്ല, പക്ഷെ അതിൽ അവർക്ക് എന്തില്ല, ഇഖ്ലാസ് ഇല്ല. അതുകൊണ്ട് അവർ നിസ്കാരം അല്ലാഹു തആല കബൂലാക്കൂലാന്ന്. ഫവൈലുൽ ലിൽ മുസല്ലീൻ. മുഹമ്മദ് നിസ്കാരത്തിലുണ്ട്, പക്ഷേ ആ മുഹമ്മദിനെ അവർ ഇഖ്ലാസോട് കൂടി ചേർക്കാത്തത് കൊണ്ട് അവരെ നിസ്കാരം കബൂലാക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഖുർആൻ പിരിഞ്ഞു പോയത്. പിന്നെ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ നിസ്കാരത്തിന്റെ സിർ മുഹമ്മദാണെന്ന് അവസാനം ഖുർആൻ പറഞ്ഞു. അവസാനം പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ. ചില നിസ്കാരക്കാർക്കാണ് വൈൽ. അല്ലാഹു കാക്കട്ടെ. അപ്പൊ സ്വഹാബികൾക്കെല്ലാം പേടിയായി. അപ്പൊ റസൂൽ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. പറഞ്ഞത് മുനാഫിഖ് നിസ്കാരം. എന്താണ് അവരെ പ്രശ്നം? അവർക്ക് എല്ലാം ഉണ്ട്, എന്തില്ല? തഅളീം മുഹമ്മദില്ല. അവരെ നേതാവാണ് റസൂൽ വന്നപ്പോൾ മുഹമ്മദേ ശരി സംഗതി കിതാബൊക്കെ പറഞ്ഞിരുന്നുണ്ട്, പക്ഷെ അടുത്തേക്ക് വരല്ലേ. ഇന്നലെ ഹിമാരി കരിയഹൻ, ഈ എന്നെ കൈതൊക്കെ ഒരു വൃത്തിയിട്ട വാസന, എനിക്ക് സഹിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് പറഞ്ഞു. മുനാഫിഖിന്റെ തലവൻ പറഞ്ഞു. മുനാഫിഖിന്റെ തലവൻ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വരുന്ന ആളാ. മുസ്ലിമല്ലേ പ്രത്യക്ഷത്തിൽ, ഉള്ളിലാണല്ലോ നബിയോട് ദേഷ്യം. അപ്പൊ റസൂൽ അങ്ങനെ വന്നപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? ഇന്നലെ ഹിമാരി കരിയഹൻ, മുഹമ്മദ് നിന്റെ കൈതൊക്കെ ഒരു വൃത്തികെട്ട വാസന. അപ്പോൾ ഒരു അൻസാരിക്ക് അവന്റെ ദേഷ്യം പിടിച്ച്. അൻസാരി പറഞ്ഞു വിട്ടി അഹ്മഖു ഇന്നലി ഹിമാരി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിയഹൻ അത്യബ മിൻ റിഹി. വൃത്തികെട്ടവനെ ജെന്റട പറഞ്ഞ് റസൂലുള്ളാഹിന്റെ കൈത മോശപ്പെട്ട വാസനയാണോ? എടാ നിന്റെ വാസനയേക്കാൾ നല്ല വാസനയാണ് റസൂലുള്ളാഹിയുടെ കൈതയുടെ വാസന. അവർക്ക് എന്തില്ല? മഹബത്ത് മുഹമ്മദില്ല. അതന്നെ ഫവൈലുൽ ലിൽ മുസല്ലീൻ. മഹബത്ത് മുഹമ്മദ് ഇല്ലാതെ നിസ്കാരം കബൂലാവൂല എന്ന അവസാനത്തായിട്ട് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ സുജൂദ് വരെ ഒഴിവാക്കിയിട്ട് മഹബത്ത് മുഹമ്മദ് കയറ്റിയത്. മയ്യിത്ത് നിസ്കാരം 4 റക്അത്തിന് നേരല്ല, 4 തക്ബീറാക്കി. എന്നിട്ട് എന്തൊഴിവാക്കി? അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി. ഒരു അബ്ദ് റബ്ബിലേക്ക് അടുക്കുന്ന ഏറ്റവും നല്ല നേരമാണ് എന്ത്? സുജൂദ്. മയ്യിത്ത് നിസ്കാരത്തിനോട് ഒഴിവാക്കി. എന്തൊഴിവാക്കിയില്ല? അതാണ് ബേസ്. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ സ്വലാത്തിനാണ്. മനസ്സിലായ പറഞ്ഞത്? സ്വലാത്തില്ലേ മയ്യിത്ത് നിസ്കാരം കബൂലാവൂല. എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ കബൂലിയത്ത് മഹബത്ത് മുഹമ്മദാണ്. എവിടെ മുഹമ്മദ് എന്ന മനുഷ്യന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കും. 3 സ്വലാത്ത് തൽബിയത്ത് എല്ലിയാൽ, ഒരു സ്വലാത്ത് എല്ലിയാൽ ആകാശത്തേക്ക് ഉയരും. ഹത്താ തുസല്ലി അലാ നബിക. ഏത് ദുആയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിൽക്കും. ഹത്താ തുസല്ലി അലാ നബിക. മർമ്മ മുഹമ്മദാണ്. അത് ഉറപ്പ്. ഉമ്മാന്റെ വാപ്പ, എൻ്റെ വല്യാപ്പ ഞാൻ ഉദ്ദേശിക്കുന്നത് മുറബിയ വല്യാപ്പൻ്റെ ഉമ്മാന്റെ വാപ്പയാണ്. തങ്ങന്മാരെ മക്ബറുണ്ട്. തങ്ങന്മാരെ മക്ബറയുടെ ഒരു ഫർലോങ് ഇപ്പുറം പുല്ലാണിക്കാട്ടിൽ ചെരുപ്പ് വെച്ചേക്കും, എന്നിട്ട് നടക്കും. തങ്ങന്മാരെ മക്ബറയ്ക്ക് എന്താവൂല, അതിന് പരിസരത്ത് ചെരുപ്പ് കൊണ്ടുപോകില്ല. ഞാനത് കണ്ടതാണ് ജനങ്ങളെ, ഞാനത് കണ്ടതാണ്, കേട്ടല്ല കണ്ടതാണ്. കുറ്റിക്കാട്ടിൽ ദൂരെ വല്യാപ്പ ചെരുപ്പ് വെച്ചേക്കും, എന്നിട്ട് വെറും കാൽപാദം കൊണ്ട് നടക്കും. പൊരുപ്പം പറമ്പ കൂടി നടക്കും. എവിടേക്ക്? റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ അടുത്ത് പോകുമ്പോൾ അത്രയും പേടിയാണ്.
ഒരു വിവരമില്ല, നിറഞ്ഞ ഈമാനാണ്. അവരൊക്കെ രക്ഷപ്പെട്ട് അവർക്ക് റിഷ്കുള്ളി മുഹമ്മദാണ്. മനസ്സ് തുറന്ന് പറ, വെറുതെ ഇരിക്കല്ല. ഇത് നിങ്ങൾ വിചാരിച്ച സദസ്സല്ല, ഇത് വലിയ ആളുകൾ ഉണ്ടാവുന്ന സദസ്സാണ്. ഇത് വലിയ ആളുകൾ ഉണ്ടായതുകൊണ്ട് ഇവിടെ നിലനിന്നതാണ്. ഇത് നമ്മളൊന്നും നിലനിർത്തിയല്ല, മുഹബ്ബീങ്ങളുടെ മജ്‌ലിസാണിത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ റസൂലുള്ളാഹിന്റെ പിന്നാലെ കൂടിക്കളി അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ഒരൊറ്റ അമലാണ് അല്ലാഹു തഖസീം ചെയ്യാത്തത്, അത് സ്വലാത്ത് അലാ റസൂലില്ലാ. ഒരാൾ അമലും കൊണ്ട് അള്ളാഹിന്റെ കോടതിയിൽ വന്ന്, അപ്പോൾ ഒരാൾ വന്ന് ലറബനി ഹാദ, അബ്ബന്നെ അടിച്ചിട്ടുണ്ട് പഠിച്ചോനെ, ഞാൻ തിരിച്ചടിച്ചില്ല പറഞ്ഞാൽ നിസ്കാരത്താണ് കൊടുക്കും. വേറൊരാൾ വന്നു, ഓനും കൊടുക്കും. ഇങ്ങനെ കൊടുത്ത് 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 ഇവന്റെ അമല് തീരാം. എല്ലാം കഴിഞ്ഞ് സ്വലാത്ത് ബാക്കി. അപ്പൊ ഒരാൾ വന്നു, അള്ളാഹ് കൊടുക്കൂല. കാരണം അത് ഹഖുല്ലി മുഹമ്മദാണ്. അബ്ദിന്റെ ഹക്കിൽ അള്ളാഹ് കൈവിടൂല. അത് ഇഷ്ടപ്പെട്ട അബ്ദുമാണ്. ഫയതഹമ്മലു അൻഹു, അയാളുടെ പ്രശ്നം അള്ളാഹ് ഏൽക്കും. നിനക്ക് എന്താ തരാനുള്ളത് ഞാൻ തരാം. എൻ്റെ ആശക്കന് ഇവൻ കൊടുക്കുന്ന, എൻ്റെ മെഹബൂബിന് ഇവൻ കൊടുത്ത അതിനെ എടുത്തരൂല. അതവിടെ കിടന്നോട്ടെ, എനിക്കുള്ളതല്ല, എൻ്റെ ഹബീബിനുള്ളതാണ്. അതുകൊണ്ടാണ് ആയിസ് മുഴുവൻ സ്വലാത്തെല്ലാം പറഞ്ഞത്. ഒരൊറ്റ അമലാണ് പരലോകത്ത് ഓഹരി ചെയ്യാത്തത്. അതേതാ? സ്വലാത്ത് ഓഹരി ചെയ്യൂല. നേരത്തെ സ്വലാത്തിലേക്കോ പഠിച്ചോൻ രക്ഷപ്പെടുത്തും. വൈകുന്നേരം സ്വലാത്തിലേക്കോ പഠിച്ചോൻ രക്ഷപ്പെടുത്തും. സ്വലാത്തില്ലയോ രക്ഷപ്പെടുത്തും. ഞാൻ ഈ പറഞ്ഞൊക്കെ തിരിയേണ്ട ആളുകൾക്ക് തിരിയും. സ്വലാത്തില്ലിക്കൊളി രക്ഷപ്പെടും. ഖിയാമത്ത് നാൾ വരെ ലോകത്തെ തെർബിയത്ത് നടത്തൽ മുഹമ്മദാണ്. ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ നന്നാകൽ മുഹമ്മദിനെ കൊണ്ടാണ്. അത് നന്നാവും. അതൊരു ദിവസം കയറി വരും. നിങ്ങൾ കണ്ടോളൂ, ഇപ്പൊ ഇതാ മുസ്ലിമീങ്ങൾ മൂക്കിൽ വലിക്കാൻ നടക്കല്ലേ, സമയമായി തുടങ്ങി. ആൺകുട്ടികൾ വരും. ആര്? മുഹമ്മദൻ. ഒറ്റൊന്നും ഈ കൂട്ടത്തിൽ വരില്ല. ഒരു സെലഫി ഉണ്ടാവില്ല. സെലഫികൾക്ക് മുസ്ലിം ലോകത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുസ്ലിം ലോകം തകരാൻ കാരണം സെലഫികൾ മുസ്ലിം രാജ്യത്ത് അധികാരത്തിൽ കയറിയതാണ്. അത് മാത്രമാണ്. മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണോ? മുസ്ലിമീങ്ങളെ ചരിത്രം പഠിക്കുക. മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണോ? ആരടാ മുസ്ലിമീങ്ങൾ അടിമപ്പെടുത്തിയവർ ലോക ചരിത്രത്തിൽ? ഇല്ലല്ലോ. തകരുന്ന് വിചാരിച്ച ഘട്ടത്തിൽ ഇത് കയറി വരല്ലേ. 2 നൂറ്റാണ്ട് 3 നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം തകർന്നു കിടക്കുക. കാരണം മുസ്ലിം രാജ്യങ്ങളിൽ അധികാരം സലഫികൾക്കാണ്. ഇവരെ അടിച്ച് മുസ്ലിമീങ്ങൾ ഒഴിവാക്കും, മുസ്ലിമീങ്ങൾ കയറി വരും. തീർച്ചയായും ഇതൊക്കെ അല്ലാതെ മുസ്ലിം സമുദായത്തിന് രക്ഷപ്പെടാൻ കഴിയൂല. അമ്മാവന്റെ ചെരുപ്പ് തുടക്കം വന്ന കുട്ടിയാണ് ലോകത്ത് 2 ലക്ഷം കുരിശ് യോദ്ധാക്കളെ ഒഴിവാക്കിയിട്ട് 90 ആളെയും കൊണ്ടുവന്ന് കുരിശിന്റെ പതാക ബൈത്തുൽ മുഖദ്ദസിന് വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പതാക നാട്ടിയത്. അന്ന് ഈ മനുഷ്യന്റെ കൂടെ 90 ആളേ ഉള്ളൂ. 90. അതാണ് സലാഹുദ്ദീൻ. ഇയാളോ ഒന്നുമല്ല. ഇയാൾ അയ്യൂബി രാജവംശത്തിൽ പെട്ട അമ്മാവന് ചെരുപ്പ് തുടക്കാൻ വേണ്ടി വന്ന ആളാണ്. ആര്? സലാഹുദ്ദീൻ. സിറിയക്കാരനാ. ഈജിപ്തിലേക്ക് അമ്മാവനെ ഗവർണറായി അയച്ചു സിറിയൻ രാജാവ്. അപ്പോൾ ചെരുപ്പ് തുടക്കാൻ വേണ്ടിയും കോട്ട് ശരിയാക്കി കൊടുക്കാനും വേണ്ടി വന്ന കുട്ടിയാണ് ആര്? ആഷിഖ് മുഹമ്മദാണ്. ആഷിഖ് റസൂലാണ്. ഭയങ്കര ഇഷ്ക റസൂലിനോട് ഭയങ്കര ഓടിച്ചു കയറിയില്ലേ. കടലിന്റെ നടുവിലാണ് ചില കോട്ടകൾ. എന്താ സലാഹുദ്ദീൻ 1187 പരയാടികൾ തിരിച്ചു വരാത്തവരും തുന്നമ്പാടി അടിച്ചത് വിട്ടു. ആര്? സലാഹുദ്ദീൻ. AD 1187. ആഷിഖ് മുഹമ്മദാണ്. അതാ സലാഹുദ്ദീൻ. ഇന്നത്തെ ലോകക്രമം മുസ്ലിമീങ്ങൾ അടിമകളായി തന്നെ വെക്കും. ലോകരാജ്യങ്ങൾ മുഴുവനും അഭയാർത്ഥികളെ, യൂറോപ്പ് വരെ 10 ലക്ഷം മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ട് ഒരൊറ്റൊന്ന് സൗദി അറേബ്യ സ്വീകരിച്ചില്ല. എന്തേ? അമേരിക്കയുടെ അമ്മിന്റെ ചോട്ടിലെ വാല് എങ്ങനെയാണ് നന്നാവുക? ആൺകുട്ടികൾ കിടക്കുന്നുണ്ട് താഴെ, ഓരോട് കയറി വരും. 1,18,00,000 മുസ്ലിമീങ്ങൾ, 1,18,00,000 മുസ്ലിമീങ്ങൾ 4 കൊല്ലത്തിനുള്ളിൽ സിറിയ നോടിയിട്ടുണ്ട്. കൃത്യമായ കണക്കാ, UN-യുടെ കണക്കാ, കൃത്യമായ കണക്കാ. 1,18,00,000 മുസ്ലിമീങ്ങൾ സിറിയെന്ന് മാത്രം ഷാമെന്ന് പാലായനം ചെയ്തിട്ട് ഒരൊറ്റ മുസ്ലിമിനെ ആര് സ്വീകരിച്ചില്ല? സൗദി അറേബ്യ സ്വീകരിച്ചില്ല. 14 ലക്ഷം ഔദ്യോഗിക കണക്കനുസരിച്ച് 14 ലക്ഷം മുസ്ലിമീങ്ങൾ ബർമയെ നോടിയിട്ടുണ്ട്. ഒറ്റൊന്നിനോട് സ്വീകരിച്ചില്ല. ഇവരാര്? എന്തേ സ്വീകരിക്കാത്ത? അമേരിക്ക പറഞ്ഞാൽ എനിക്കൊരു ചെയ്യാൻ പറ്റുള്ളൂ. അടിമകളാണ്. പൈസ ഉണ്ടായിട്ട് എന്താണ് കാര്യം? നമ്മളെ കോലൊന്നുമല്ല വലുപ്പത്തരം. അള്ളാഹുവിലും അള്ളാഹുവിന്റെ ഹബീബിലും അചഞ്ചലമായ വിശ്വാസമാണ്. എല്ലാം പാത്തിച്ച് എല്ലാവരും മറ്റും കൂടി അടിയറ വെച്ച് ഒക്കെ ഇപ്പോൾ യമനിനോട് യുദ്ധം ചെയ്യാം. ആര്? സൗദി അറേബ്യ. എന്തിന് ചെയ്യാൻ പാടുണ്ടോ? യമനികൾ ക്രിസ്ത്യാനികളായ കാലത്ത് യമനികൾക്ക് ദ്വാരന്നിട്ടില്ലേ? മുഹമ്മദ് ദ്വാരന്നിട്ടില്ലേ? ദ്വാരന്നില്ലെന്നിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന വ യമനിന. ഷാമിലും യമനിലും ബർക്കത്ത് ചെയ്യുന്നു. അന്ന് അവരാരാ?
നാസാറാക്കള അക്കാലത്ത് യമനത് വരുന്നില്ലേ, യമനെ തൊട്ടേൽക്കാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞില്ലേ. യമനിൽ നിന്ന് ഒരാൾ വന്നാൽ ഫയഖൂമു അബൂബക്കർ ഇക്റാമൻ ലഹു, യമനിൽ നിന്ന് ഒരാൾ വന്നാൽ ഉടനെ എണീറ്റ് കുമാര് അബൂബക്കർ. പേടിയാണ്. കാരണം റസൂള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ യമനികൾക്ക് പ്രത്യേക ഏരിയ ഉണ്ട് റസൂള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പേടിയാണ്. അവിടെയല്ലേ യുദ്ധം ചെയ്യുന്നത്? ആരെ തൃപ്തിപ്പെടുത്താൻ? അമേരിക്ക. ആൺകുട്ടികൾ വരും, അവർ ആഷിഖുർ റസൂലായിരിക്കും, അവർക്ക് ലോകം മാറ്റാൻ കഴിയുള്ളൂ. മുഅ്തദ് യുദ്ധത്തിന് പറഞ്ഞേക്കാം, ഓരോരുത്തരും പറഞ്ഞേക്കാം. ആദ്യം പറഞ്ഞ് സെയ്ദ് ബിൻ ഹാരിസയോട്, പിന്നെ ജാഫർ ബിൻ അബി ത്വാലിബ്, പിന്നെ അബ്ദുല്ലാഹി ബിൻ റവാഹ. ഇങ്ങനെ നോക്കും. അതിലാദ്യം റസൂൽ പറയും, സെയ്ദ് ബിൻ ഹാരിസ, ഇയാൾ കൊടി പിടിക്കേണ്ടത്, ഇയാൾ സൈന്യാധിപൻ, ഈ മരിച്ചാൽ ജാഫറിൻ കൊടിയെടുക്കണം. ജാഫറെ, സെയ്ദ് ബിൻ ഹാരിസ മരിച്ചാൽ കൊടിയെടുക്കണട്ടാ. ജാഫറിനോട് പറഞ്ഞ് പിന്നെ അബ്ദുല്ലാഹി ബിൻ റവാഹയിലേക്ക് തിരിഞ്ഞ്, അബ്ദുള്ള, ജാഫർ മരിച്ചാൽ പിന്നെ കൊടിയെടുക്കണം. പിന്നെ ജനങ്ങളിലേക്ക് തിരിഞ്ഞ്, പിന്നെ അബ്ദുള്ള മരിച്ചാൽ നിങ്ങളാളെ തിരിഞ്ഞടിച്ചാൽ പിന്നെ ഞാൻ ആളെ പറയില്ല. എന്തായാലും വേന മൂന്നാൾ മരിക്കും. മൂന്നാളോട് ചിരിച്ച്, മൂന്നാൾ ചിരിച്ച്. റസൂലുള്ള മരിക്കാൻ വേണ്ടി എന്നെ തെരഞ്ഞെടുത്തല്ലോ. ഇഷ്ക് മുഹമ്മദാണ്, അതാണ് ദീന്. പോയി. അന്ന് നിങ്ങൾക്ക് അറിയോ, ജാഫർ 33 വയസ്സാണ്, ഒരഭിപ്രായം 30 വയസ്സ്. കിട്ടുകിടുത്ത വലിയക്കാരൻ. മദീനയിൽ അതിസുന്ദരിയ ജാഫറിൻ്റെ ഭാര്യ അസ്മ, അതിസുന്ദരിയായ പെണ്ണ. ജാഫറിൻ്റെ ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികളെ റസൂലുള്ള ജാഫർ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം റസൂലുള്ള അന്ന് ജാഫർ മരിച്ച അന്ന് റസൂലുള്ള അങ്ങനെ വന്നപ്പോൾ വീട്ടുമുറ്റത്ത് കുട്ടികളുണ്ട്, 2 കുട്ടികൾ. റസൂലുള്ള അങ്ങനെ പിടിച്ച് മിണ്ടാനെ പൊട്ടി ഇങ്ങനെ കയറി. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ത യാ റസൂലുള്ള, നിങ്ങളും പൊട്ടാണോ നീ വെച്ച്? അപ്പോൾ റഹ്മ, ഇത് കാരുണ്യത്തിൻ്റെ കണ്ണീരില്ല. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെ? ജാഫർ. ഭയങ്കര ഇഷ്ടമാണ് ജാഫറിനെ. റസൂലുള്ള ആദ്യ സംഘത്തിൽ അബസീനിയയിലേക്ക് ഹിജ്റ പറഞ്ഞയച്ച്. ജാഫറിനൊന്നും പറ്റാതിരിക്കാൻ 70ഓളം ആളുകൾ അബസീനിയയിലേക്ക് ഹിജ്റ പോയപ്പോൾ നേതാവാക്കിയത് ആരെയാണ്? ജാഫറിനെയാണ്. ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ള ഖൈബറിന് ധൃതിയിൽ പോരുക. കാരണം വിവരം കിട്ടി ജാഫർ മദീനയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അന്ന് റസൂലുള്ള സഫിയ ബീവിയെ കല്യാണം കഴിച്ച്, രാജകുമാരിയായ പെണ്ണ് റസൂലുള്ളാഹിന്റെ ഭാര്യയായി. അങ്ങനെ റസൂൽ അങ്ങനെ വരിക. റസൂലുള്ള മദീനത്തെത്തുമ്പോൾ ആയിഷ ബീവി പറയാ, തഹല്ലല ഫീ വജ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടല്ലോ ഈ മുഖത്ത്. ഖൈബറിൽ നിന്ന് വലിയ വിജയം വിജയിച്ച് വരുന്നത് കൊണ്ടാണോ ഇങ്ങനത്തെ ചെറിയ മുഖത്ത്? ബിഖുദൂമി ജാഫറ, അതോ അബസീനിയിൽ നിന്ന് ജാഫർ തിരിച്ചു വന്നുകൊണ്ടോ? കാരണം ആയിഷ ബീവിക്ക് അറിയാം ഭയങ്കര ഇഷ്ടമാണ്. ആര്? ബദറിലും പങ്കെടുത്തിട്ടില്ല, ഉഹദിലും പങ്കെടുത്തിട്ടില്ല. ആര്? ജാഫർ. അതിലൊന്നും പങ്കെടുത്ത അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലട കുട്ടിയെ. കാരണം ജാഫർ ആരെ മോനാന്നറിയാ? ജാഫർ ഫാത്തിമ ബിന്ത് അസദിന്റെ മോനാ. ഫാത്തിമ ബിന്ത് അസദ് പറഞ്ഞ റസൂലുള്ളാഹിന്റെ വളർത്തുമ്മയാ. റസൂലുള്ളാഹിന്റെ വളർത്തുമ്മയാണ് ആര്? ആമിന ബീവി വഫാത്തായിട്ട് പിന്നെ റസൂലുള്ളാഹിനെ പോറ്റിയത് ആരാ? അബൂ ത്വാലിബിന്റെ പെണ്ണുങ്ങളല്ലേ? അബൂ ത്വാലിബിന്റെ ഭാര്യയാണ് ആര്? ഫാത്തിമ ബിന്ത് അസദ്. അതിന്റെ ചെറിയ കുട്ടിയാണ് ആര്? ജാഫർ. റസൂലുള്ളാഹിനെ കൊണ്ടിറക്കും ആര്? ഉമ്മ. ആ പുരയിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ റസൂലുള്ള പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉമ്മ ഭക്ഷണം വിളമ്പൂല. അമ്മക്ക് ഒരുപാട് കുട്ടികളുണ്ട്, തിന്നൂല. റസൂലുള്ള നിർത്തിയാണ്. മുഹമ്മദ് നിർത്തിയാണ്. മുഹമ്മദ് അതിൻ്റെ മോനുമല്ല, മുഹമ്മദ് ആമിനാൻ്റെ മോനാ. ആ പുരയിൽ അന്ന് ഒരൊറ്റ പുതപ്പേ ഉള്ളൂ, നല്ല പുതപ്പ്. സ്വന്തം മക്കൾ തണുപ്പിൽ വിറങ്ങൽ ചേർക്കും. ആ നേരത്ത് ആ ഉമ്മ ഈ ഒരൊറ്റ പുതപ്പ് റസൂലുള്ളാഹിനെ പുറപ്പിക്കും. റസൂലുള്ള അവരിൽ പല കുട്ടികളെക്കാളും വലിയ കുട്ടിയാണ്, എന്നാലും ആരെ പുറപ്പിക്കും? ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിച്ചു. മദീനത്ത് വന്നിട്ട് പിന്നെ മരിക്കുമ്പോൾ റസൂലുള്ള കരഞ്ഞതിന് കണക്കില്ല. ഖബർ വെട്ടിയപ്പോൾ റസൂലുള്ള തന്നെ ചെന്ന് ഖബറിന്റെ പണി കഴിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞ്, ഖബറിൽ ഇറങ്ങിക്കിടന്ന് മയ്യത്ത് കിടക്കും പോലെ കിടന്ന്. ആര്? മയ്യത്ത് കിടക്കുന്ന കോലത്തിൽ റസൂലുള്ള കിടന്ന്. എന്തിന്? ഞാൻ കിടന്നത് കൊണ്ട് എൻ്റെ ഉമ്മാക്ക് ഈ ഒരു ഷറഫ് എൻ്റെ ഉമ്മാക്ക് കിട്ടണം. ഉമ്മ എന്നറിയാം. എന്നിട്ട് നബിയോട് കരഞ്ഞ്, ഖബറിൽ കിടന്ന് കരഞ്ഞ്, പ്രച്ചോനെ എൻ്റെ ഉമ്മാക്ക് ഒരു ആപത്തും വരരുത്, എൻ്റെ ഉമ്മ എൻ്റെ ഖബറിൽ നിന്നിട്ട് മൂടുകയാണ്, എൻ്റെ ഉമ്മാക്കൊന്നും വരാൻ പാടില്ലേ. ആരെ പറ്റി? ഫാത്തിമ ബിന്ത് അസദ്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോനാണ് ആര്? ജാഫർ. അങ്ങനെ ആ റസൂലുള്ള പോറ്റുന്നത് ആരെ? ജാഫറിനെ. ആ ജാഫറിനോട് റസൂലുള്ള പറഞ്ഞ്, മോനെ സെയ്ദ് ബിൻ ഹാരിസ മരിച്ചാൽ കൂടി എടുക്കണം. അബ്ദുല്ലാഹി ബിൻ റവാഹയോട് പറഞ്ഞു, അബ്ദുള്ള, ജാഫർ മരിച്ചാൽ കൂടി എടുക്കണം. ഈ ജാഫറിനെ എങ്ങനെ കൊന്നത്? കൈ വെട്ടി. അപ്പോഴത്തിന് മറ്റേ കൈ കൊടുത്തു. അപ്പോൾ
ലക്ഷക്കണക്കിന് സൈന്യല്ലേ, ഇവർ 3000, മറ്റേ ലക്ഷക്കണക്കിന് സൈന്യം ബൈസന്റൈൻ ചക്രവർത്തിമാരല്ലേ, അക്കാലത്ത് ഭയങ്കര ആളുകളല്ലേ അവര്. ഇവിടെ വെട്ടി, അപ്പൊ കൈ ഇങ്ങനെ പിടിച്ച് എന്നിട്ട് മുന്നോട്ട് പോയി, പള്ളക്ക് വെട്ടി തുണ്ട് തുണ്ടാക്കിയിട്ടാ വീണ് ഓരോ കഷ്ണവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് വാക്ക് കിട്ടിയില്ല. അപ്പോൾ റസൂലുള്ളാഹ് അവസാനം പറഞ്ഞു, പെണ്ണെ ഈ വിഷമിക്കണ്ട, റായിത്തുഹു, എൻ്റെ പൊന്നുമോനെ ഞാൻ കണ്ടു, ലഹു ജനാഹ, എൻ്റെ കുട്ടിക്ക് ഞാൻ എടുത്തുകൊണ്ടിരുന്ന എൻ്റെ കുട്ടിക്ക് കൈയില്ലെങ്കിലും അവിടെ 2 ചിറകാണ് അല്ലാഹു സ്വർഗത്തിൽ കൊടുത്ത് ഞാൻ കണ്ടുവരിക. എൻ്റെ കുട്ടിക്ക് സ്വർഗത്തിൽ എൻ്റെ കുട്ടി ഞാൻ കണ്ടിട്ട് വരികയാണ്. പെണ്ണെ വിഷമിക്കണ്ട, വിഷമിച്ചാറാവണ്ട. ജാഫറിന് സ്വർഗത്തിൽ അള്ളാഹ് എനിക്ക് കാണിച്ചു, എൻ്റെ കുട്ടിക്ക് സ്വർഗത്തിൽ അള്ളാഹു തആല മൂത്തതിൽ 2 കൈ കളഞ്ഞുകൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ 2 ചിറക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുട്ടി പറക്കണത്തിൽ ഞാൻ എൻ്റെ മോനെ കണ്ടു. എന്തിനെ ഇവരൊക്കെ യുദ്ധത്തിന് മുഹമ്മദ് ഇവർക്കറിയില്ല നമ്മൾ മരിക്കും, ഇവർക്കറിയില്ല നമ്മൾ മരിക്കും പറഞ്ഞിട്ട് എന്തിനാ പോണത്? പറഞ്ഞിട്ട് മരിക്കല്ലേ. ഈ മനുഷ്യനെ കൊണ്ട് ലോകം നന്നായിട്ടുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും തിന്നല്ല കുടിക്കല്ല മരിക്കുന്ന ഉറപ്പ് ഒക്കെ പോയി. മുഹമ്മദ് ഭയങ്കര സുൽത്താനവർക്ക് ഭയങ്കര ഇഷ്ടം. സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ മാലിക്കിനെ പുറത്താക്കി. എടാ പുറത്താക്കിയവര് പിന്നെ അനുകൂലം പറയും. ആര് പുറത്താക്കി? മഹലിൽ നിന്നാണ് പുറത്താക്കി. ആര്? റസൂലുള്ള. കുറ്റൊന്നും വലിയതല്ല, പറഞ്ഞ ചെറിയ കുറ്റ. തബൂക്ക് യുദ്ധത്തിന് വരാൻ പറഞ്ഞപ്പോ നേരം വൈകി പോയിട്ടില്ലാതെ കുതിര വാങ്ങിയപ്പോ മറ്റൊരു യുദ്ധം കഴിഞ്ഞ് വന്ന് പോകാൻ വിചാരിച്ചിന്. തോട്ടത്തെ പണിയായതുകൊണ്ട് നേരം വൈകി മഹലിൽ നിന്നാണ് പുറത്താക്കി. ജൂതന്മാരും വന്ന് കണ്ട് എഴുത്തുകൊടുത്തയച്ച് എഴുത്ത് ചിന്തി വലിച്ചിരുന്നു. ഒരു ദിവസം പുരയിൽ പെണ്ണുങ്ങളും മാപ്പിളയും കരഞ്ഞിരിക്കുക, പുറത്താക്കിയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ദൂതം വന്ന് അമറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഹ്ജുറ ഇംറഅതക വഅൻ ലാ തനാം മഅഹ. റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ പെണ്ണുങ്ങളൊപ്പം നീ കടന്നുറങ്ങാൻ പാടില്ല, വളപ്പരി കുറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്ക് ഏകാന്തനായിട്ട് ആരുമില്ലാതെ ഒരാൾ സലാം വരെ പറയാൻ പാടില്ല, ഒരാൾ എന്നോട് വർത്താനം പറയാൻ പാടില്ല. എന്നെ റസൂലുള്ളാഹി അങ്ങനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മദീനയിലെ ഏറ്റവും വലിയ മുതലാളിയാണ് ആര്? കഅബ്. നിങ്ങളെൻ്റെ തോട്ടത്തിൽ പണി കലശലായ പണിയുള്ളതുകൊണ്ട് നേരം വൈകിയത് ഭയങ്കര മുതലാളിയാ. എന്തേടാ തബൂക്ക് വരാതിരുന്നെന്ന് ചോദിച്ചപ്പോൾ എന്തേ പറഞ്ഞ്? അള്ളാഹ് എനിക്ക് മുതലെന്നുകൊണ്ട് നബിയെ, എൻ്റെ മുതലിനാണ് കുറ്റം, എൻ്റെതല്ല നബി, ഞാൻ ഒപ്പുണ്ടായിരുന്നു, മുതലിൻ്റെ പണി തീർന്നില്ല, നാളെ പോകാൻ നേരം വെച്ച് നിങ്ങൾ എന്ത് ശിക്ഷ വിളിച്ചോളി നബിയായിരുന്നു. ആര്? അത്രയും വലിയ മുതലാളിനെ പുറത്താക്കി, ഒരാൾ പുറത്താക്കി. അവസാനം എന്ത് പറഞ്ഞ്? എൻ്റെ ഭാര്യ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഭാര്യ പരേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി അവളെ കൂടെ ഉറങ്ങാൻ പാടില്ല. ആകെ ഒരു സന്തോഷം, ആരും മിണ്ടൂല. സിദ്ദീഖുൽ അക്ബർ വരെ സലാം പറഞ്ഞിട്ട് മടക്കിയില്ല. ആരോട്? കഅബ് റളിയല്ലാഹുവിനോട്. ആകെയുള്ളത് പുരയിൽ വന്ന് കരിഞ്ഞു ഒത്തിരിക്കും. ഭാര്യയും ഭർത്താവും മുഖത്തോട് നോക്കി, റസൂൽ നമ്മളെ ഒഴിവാക്കിയാലോ, റസൂൽ എന്തെങ്കിലും നമ്മളെ സ്വീകരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കും. അപ്പൊ പറഞ്ഞ് ഇനി ഭാര്യയും പാടാ, ഒറ്റക്ക് ഇവിടെ കഴിഞ്ഞു വന്നു, പിന്നെ എനിക്ക് എന്തോന്നാലും പാടില്ല, ഒറ്റക്ക് കഴിയാൻ പറഞ്ഞു. അപ്പോൾ കഅബ് ചോദിച്ച് അമറനി അൻ ഉതല്ലിഖഹ എന്റെ പെണ്ണുങ്ങളെ ത്വലാഖല്ല എന്റെ നബി കൽപ്പിച്ചല്ലോ, ഓളെ കൊണ്ടയാക്കാനല്ലേ പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ്. എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ച എന്റെ പ്രേമവാചനത്തെ എന്നാര് പറഞ്ഞു? പെണ്ണുങ്ങളെ പറഞ്ഞയച്ച് ഭ്രാന്തനിരിക്കും പോലെ ആഴ്ചകൾ പോയിരുന്നു. ഒരു സുബഹിയുടെ നേരത്ത് ബിലാൽ വിളിച്ച് പറഞ്ഞ് കഅബിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, കഅബ് പള്ളിയെ കൊണ്ടോട്ടെ. പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ വീണു. മദീനത്തെ മനുഷ്യന്മാരും ഒക്കെ സുജൂദിൽ വീണു. കാരണം ആർക്കും കഅബിനെ ഒഴിവാക്കണത് ഇഷ്ടമില്ല. ഭയങ്കര ആശിഖുർ റസൂലല്ലേ. പിന്നെന്തേ പോകാഞ്ഞ എന്താ? ഇഷ്കൊണ്ടന്നെ. പുറത്താക്കി എന്താ? അത് ഇഷ്കൊണ്ടന്നെ. ഇഷ്ടമുള്ളവരുടെ ഒഴിവാക്കുള്ളൂ. ഇഷ്ടമില്ലാത്തവനെ പുറത്താക്കിയ ഒന്നും പോവില്ലേ? ഇഷ്ടമുള്ളവരല്ലേ പുറത്താക്കുള്ളൂ. ഒരു പോവില്ല, ഒരടക്കും. റസൂലുള്ളാഹിക്ക് കഅബിനോട് ഇഷ്ടമാണ്. കഅബിന് റസൂലുള്ളാഹി ആറ്റലും പോല അവിടെ തിരക്കും. ഈ ലോകമൊക്കെ നന്നായത് മുഹമ്മദാണ്. ഉള്ളവരൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് 3 കാര്യം, ദുനിയാവിനൊക്കെ ഏറ്റവും ഇഷ്ടകാര്യം 3 കാര്യമാണ്. സ്വഹാബികളെല്ലാവരും ഇന്ന റസൂലുള്ളാഹി. അപ്പോൾ എല്ലാവർക്കും നബിൻ്റെ ഇഷ്ടം അറിയണം. എനിക്ക് ഈ ദുനിയാവിൽ 3 കാര്യം ഇഷ്ടമാണ്. അത്വയ്ബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാ. ഒന്ന് സുഗന്ധം പൂശ, ഒന്ന് എൻ്റെ പെണ്ണുങ്ങളൊപ്പം ഇരുന്ന് സല്ലപിക്കുക,
ഒന്ന് നിസ്കാരത്തിൽ അങ്ങനെ സുജൂദ് പെരുപ്പിക്കുക. ഈ 3 കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് റസൂൽ പറഞ്ഞു. അലി ബിൻ അബി താലിബ് പറഞ്ഞേ, യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിയാൻ കഴിയാത്ത വിധത്തിൽ യുദ്ധക്കളത്തിൽ എന്നെ കെട്ടിയിടുക, വാൾത്തലപ്പിന്റെ മുന്നിൽ അള്ളാഹ്ക്ക് വേണ്ടി നിൽക്കുക, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അലി ബിൻ അബി താലിബ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ എത്തിയപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, അൻ അസൂമ ഫീ യൗമിൻ ഇസ്തദ്ദ ഫീഹിൽ ഹർറു, ഏറ്റവും ചൂടുള്ള ദിവസം നോമ്പ് വിൽക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫഖാല അബൂബക്കറിൻ, അപ്പോൾ അബൂബക്കർ പറഞ്ഞു, നബിയെ സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിന ദുനിയ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ്. അന്നദുറു ഇലാ വജ്ഹിക, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, വജംഉൽ മാലി ലിൽ ഇൻഫാഖ് അലൈക, നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടി കച്ചവടത്തിന് പോവുക, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടി കച്ചവടത്തിന് പോവുക. അത്തവസ്സുലു ബിഖറാബതിക്, നിങ്ങളെ കുടുംബത്തിന്റെ പൂരിശത പറഞ്ഞും നിങ്ങളെ കുടുംബത്തിനെ സ്നേഹിച്ചും നിങ്ങളെ സ്നേഹം നേടുക, ഇതല്ലാതെ എനിക്കൊരു ഇഷ്ടമില്ല. സലാസുൻ, ഒന്നും എനിക്കിഷ്ടമില്ല. സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിന ദുനിയ, അബൂദാവൂദിന്റെ ഹദീസ്, എനിക്ക് ദുനിയാവിൽ ഇഷ്ടം അന്നദുറു ഇലാ വജ്ഹിക, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, വജംഉൽ മാലി ലിൽ ഇൻഫാഖ് അലൈക, നിങ്ങൾക്ക് പണം തരാൻ വേണ്ടിയിട്ട് കച്ചവടത്തിന് പോയി പൈസ ഉണ്ടാക്കുക, നിന്റെ കുട്ടികളെ പോറ്റാനല്ല, നിങ്ങൾക്ക് പൈസ കൊടുത്തു തരാം. വത്തവസ്സുൽ ബിഖറാബതിക്, നിങ്ങളെ കുടുംബത്തെ സ്നേഹിച്ച് പോരിശപ്പെടുത്തിയും നിങ്ങളെ സമീപം നേടുക, ഇതല്ലാത്ത എനിക്ക് ദുനിയാവിലൊരു ഇഷ്ടമില്ല. സയ്യിദുനാ സിദ്ദീഖ് ഹബീബായ റസൂലുള്ളാഹ്, അതേ റസൂലുള്ളാഹ് പറഞ്ഞേ, ദുനിയാവിലുള്ള ഈമാനെല്ലാം ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാനുണ്ട്, മറ്റേ തട്ടിലും വെച്ചാൽ ലസഖുൽ ഈമാനു അബൂബക്കർ, അബൂബക്കറിന്റെ ഈമാനാണ് കനം. മുത്തുനബി ഹബീബായ മുഹമ്മദ് മുസ്തഫ, परवाना को चिराग है, बुलबुल को फूल बस, सिद्दीഖ് के लिए खुदा और खुदा के रसूल बस. ഹബീബായ മുഹമ്മദ് മുസ്തഫ, അതന്നെ. കരിവണ്ടി എങ്ങനെയാണോ പുഷ്പത്തെ പ്രേമിച്ചത്, എങ്ങനെയാണ് ശരഭം വിളക്കിനെ പ്രേമിച്ചത്, അങ്ങനെയാണ് മഹാനായ സിദ്ദീഖ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എല്ലായിടത്തും ബാക്കിൽ നടക്കും, എന്നാൽ ഹിജ്റ വരുമ്പോൾ ഒന്ന് മുന്നിക്ക് പോയും, ഒന്ന് ബാക്ക് പോയും, ഒന്ന് അങ്ങോട്ട് പോയും, ഇങ്ങോട്ട് പോയും. റസൂലുള്ള ചിരിച്ച്, നിനക്കെന്താന്ന് വെച്ച് പറഞ്ഞു, നബിയെ ഞാൻ 4 ഭാഗം പറയണത് വല്ല ശത്രു ഉണ്ടെങ്കിൽ ആദ്യം എന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച. സൗർ ഗുഹയിലെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, നിങ്ങളവിടെ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല, നിങ്ങളവിടെ ഞാൻ ഇറങ്ങട്ടെ. ഏതെങ്കിലും വല്ല ഏഴെന്നൂക്കൽ കടിക്കുകയാണെങ്കിൽ സിദ്ദീഖിനെ കടിച്ചോടെ, നിങ്ങൾ ബാക്കിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി, നിറച്ച് മാളുണ്ട്, മാളം മുഴുവൻ അടച്ച്, തൻ്റെ കമീസൂരി അടച്ച്, ഒരു മാളം ബാക്കിയായി. എന്നിട്ട് റസൂലുള്ളാഹിനെ താഴെ ഇറക്കി ഇരുന്ന് ആ മാളം തൻ്റെ തള്ളവിരൽ കൊണ്ട് അടക്കാവുന്ന പാകത്തിലിരുന്ന്, എന്നിട്ട് ആ മാളം തള്ളവിരൽ കൊണ്ട് അടച്ച് റസൂലുള്ളാഹിക്ക് തൻ്റെ തൊട പാകപ്പെടുത്തി വെച്ച് അതിൽ റസൂലുള്ളാഹിനെ കിടത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൗറിലെ ജീവിതം അതിനാ അങ്ങനെ മണിക്കൂറുകൾ കഴിച്ചത്. പാമ്പടടിച്ച് ഭയങ്കര അർത്ഥസഖ്യമായ വേദന. റസൂലുള്ളാഹ് എന്നിട്ട് കാലിളക്കിയില്ല, കണ്ണുനീര് വീണ് റസൂലുള്ളാഹി ഉണർന്നു. അതാണ് സിദ്ദീഖുൽ അക്ബർ, അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അമലിൽ പലതും നേരത്തെയാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലെന്ന് വിചാരിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിത്തർ ഷറഫാക്കപ്പെട്ട നേരത്തെ നിസ്കരിക്കൂല, വിത്തറൊക്കെ സിദ്ദീഖ് നേരത്തെ നിസ്കരിക്കും. ഉമർ ഇബ്നു ഖത്താബ് അങ്ങനെയല്ല. ഉമർ ഇബ്നു ഖത്താബ് നട്ടപ്പാതിര കഴിഞ്ഞിട്ട് എണീക്കുന്ന ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിസ്കരിക്കില്ല അറിയും. സിദ്ദീഖ് പറയും, എനിക്കങ്ങനെ ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ നിസ്കരിക്കാന്ന് അറിയും. അമൽ അങ്ങനെയാ, മറ്റെങ്ങനെയാ. ഇഷ്ക അങ്ങനെയല്ല, ഇഷ്ക ഭയങ്കര ഇഷ്ക റസൂലുള്ളാഹിനെ. ലോകത്തെ ഏറ്റവും വലിയ മുഅ്മിൻ സിദ്ദീഖുൽ അക്ബർ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കുട്ടികളെ, നമ്മളെ തലമുറക്ക് റസൂലുള്ളാഹിനെ പറഞ്ഞു കൊടുക്കേണ്ടതും റസൂലുള്ളാഹിനെ മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടേ കുട്ടികൾ നന്നാവുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കുട്ടികൾക്ക് റസൂലുള്ളാഹിന്റെ പേരിടണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും റസൂലുള്ളാഹിന്റെ പേരിടണം. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിടണം, രക്ഷപ്പെടും. നിങ്ങൾ ബേജാറാവണ്ട, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പെൺകുട്ടികളാണെങ്കിലും റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട പേരിടണം. അള്ളാഹു തആല മുഹമ്മദ് എന്ന റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് പേരിട്ട എല്ലാ വാപ്പാരെയും അള്ളാഹു തആല മഹ്ശറിൽ ബഹുമാനിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനിക്കും. റസൂലുള്ളാഹിനെ ബഹുമാനിച്ച ഒരാൾ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ മനുഷ്യനെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ബഹുമാനിക്കും, മഹ്ശറിൽ ബഹുമാനിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹിന്റെ ഹബീബിന്റെ പിന്നാലെ നിൽക്കുക. ഇവിടെ ലോകത്ത് കഴിഞ്ഞ മോമിനിങ്ങൾ എങ്ങനെ അങ്ങനെ പോവാ, തോന്നിയതിന് പിന്നാലെ ഒന്നും പോകണ്ട. ഇന്ന് മനുഷ്യനെ ബുദ്ധി നേരെ നിൽക്കൂല, തിന്നണതൊന്നും ഹലാലല്ലല്ലോ, പിന്നെ എങ്ങനെ ബുദ്ധി നേരെ നിൽക്കുക? അതുകൊണ്ട് സ്വന്തം ബുദ്ധി കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. ഇന്ന് മനുഷ്യന്റെ ബുദ്ധിയൊക്കെ പേച്ചുപോയി. കാരണം എന്താ? തീറ്റ സാധനം പേച്ചുപോയി. അപ്പൊ ഇവിടെ സാലിഹ്യങ്ങളായ മുൻഗാമികളുണ്ട്. ഭക്ഷണത്തിൽ ഹറാമ് കലരാത്തോല്, അവരെ നമ്മളെ കിട്ടുക, അവരവിടെ നിന്ന് നൂല് പിടിക്കുക. അങ്ങനെ എല്ലാം രക്ഷപ്പെടൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ പണി എല്ലാവരും എടുക്കണം. മുൻഗാമികളായ സാലിഹ്യങ്ങളിലേക്ക് നൂല് കെട്ടിപ്പിടിക്കണം.
അങ്ങനെ തന്നെ അവർ ചെയ്തതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ തന്നെ ഓരോ കാര്യവും നിങ്ങളുടെ കാര്യത്തിൽ എന്തിലും ഹൈർ വെച്ചാൽ എന്തിനും. ഒരു കച്ചവട പീടിയിൽ 10 റുപ്യക്ക് സാധനം വെച്ചാൽ ആ 10 റുപ്യ ഒരാൾക്കിലിട്ടാൽ അന്നത്തെ ബോണിയായ ഇതിൽ ആദ്യത്തെ ഒരു 10 റുപ്യ എടുത്തു വെക്കുക. എന്തിന്? അത് മൗലൂദിന്. കാരണം ഞാനൊക്കെ ഉണ്ടാകാൻ കാരണം റസൂലല്ലേ. അർസൽനാക്കയില്ല റഹ്മത്തൻ ലിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അധ്വാനിക്കുന്നതിന് 10 റുപ്യ ഒരാൾക്കിലിട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞില്ല, ഒരു തേങ്ങ ഒരു തേങ്ങ എല്ലാ തെങ്ങുന്നും വലിയ തേങ്ങ എടുത്ത് വെക്കും. എൻ്റെ വല്യപ്പ ഞാൻ കണ്ടതാണ്. അത് എന്നിട്ട് എന്ത് ചെയ്യും? റബീഉൽ അവ്വൽ വിൽക്കും. റബീഉൽ അവ്വൽ ഒരു പൈസക്ക് വലിയ വക ചിലവുണ്ടാവില്ല. കാരണം റസൂലുള്ളാഹിന്റെ തേങ്ങ ഉണ്ട്. ഇതാർക്ക് നേർച്ചാക്കിയതാ? റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അതാണ് റബീഉൽ അവ്വൽ, അതാണ് വിൽക്കും. എന്നിട്ട് എല്ലാ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് വലിയ മൗലിദ് കഴിക്കും. ഏത് ക്ഷാമകാലത്തും. കാരണം വലിയ വക ഒരു പ്രശ്നമല്ല. ഇവിടെ ആരെ തേങ്ങ ഉണ്ട്? റസൂലുള്ളാഹി ആദ്യമാക്കണ തേങ്ങയല്ലേ, പിന്നെ എന്ത് പ്രശ്നമുള്ളത്? ഇങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ. ഈ മനുഷ്യന് ഒരു വിവരമില്ല. കെലിമെല്ലാം വേണ്ടി സക്കറാത്തിന്റെ ഹാലിൽ കുട്ടിയമ്മാക്ക എന്നൊരാൾ കയറി വന്നു കെലിമലി കൊടുക്കാൻ. അപ്പോൾ വല്യപ്പ കൈ ഇങ്ങനെ ആട്ടി 3 വട്ടം ഉറക്കെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഉറക്കെ 3 വട്ടം കെലിമ ചൊല്ലി വല്യപ്പ മരിച്ചു. ഇവരെല്ലാം ഇവിടുത്തെ സ്വാലിഹീങ്ങളായ മുൻഗാമികൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരൊക്കെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന കാര്യം ഉറപ്പല്ലേ.